നമസ്കാരം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അടുത്തിടെയായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അവർ കാണിച്ച ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറംലോകം അറിഞ്ഞതോടെ ഇപ്പോൾ മമതയും പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ കുറ്റവാളികളെന്നോണം മൗനം പാലിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. കൂടാതെ നിരവധി ആരോപണങ്ങളും ഉയരുന്നു. ഇതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴിതാ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് ചെയർപേഴ്സണുമായ മമതാ ബാനർജിക്കെതിരെ ലണ്ടനിൽ വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വെച്ചാണ് സംഭവം നടന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കെല്ലോങ് കോളേജിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മമതയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഒരു കൂട്ടം പ്രതിഷേധക്കാർ ശ്രമം നടത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആക്രമം, ആർജിക്കാർ കോളേജ് സംഭവം, ആശുപത്രി സാമ്പത്തിക അഴിമതി എന്നിവ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പെട്ടെന്നുണ്ടായ പ്രതിഷേധ പരിപാടിയിൽ സദസ് ഒന്നാകെ അമ്പരന്നു പോയ സാഹചര്യമായിരുന്നു. മമതയുടെ പ്രസംഗം നടക്കുന്നതിനിടെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ബഹളം വെക്കുകയായിരുന്നു. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ പാർട്ടിയോട് പറയുക, അങ്ങനെ അവർക്ക് ഞങ്ങളോടൊപ്പം പോരാടാൻ കഴിയുമെന്നായിരുന്നു മമതയുടെ മറുപടി. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്തെന്നാൽ, വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുമ്പോൾ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയും സദസ്സിലുണ്ടായിരുന്നു. മമതാ ബാനർജിയുടെ ലണ്ടൻ സന്ദർശന വേളയിൽ വ്യവസായവും വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ യോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സന്ദർശനത്തിലെ പ്രധാന ആകർഷണം കെല്ലോങ് കോളേജിലെ ഈ പ്രസംഗമായിരുന്നു. അവിടെയാണ് പ്രതിഷേധവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എത്തിയത്. എന്നാൽ സദസ്സിലെ ശേഷിക്കുന്ന ആളുകളുടെ കൂട്ടായ പ്രതിഷേധത്തെ തുടർന്ന് പ്രതിഷേധക്കാർ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും സാമൂഹിക വികസനത്തെക്കുറിച്ച് കെല്ലോങ് കോളേജിൽ സംസാരിക്കാനാണ് മമതയെ ക്ഷണിച്ചത്. ആർജിക്കാർ ആശുപത്രി കേസിനോടുള്ള പ്രതിഷേധക്കാരുടെ ചോദ്യത്തിന് മമത മറുപടി നൽകി. കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കൂ, എനിക്ക് നിങ്ങളെ കേൾക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേൾക്കും. ഈ കേസ് തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കേസ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ്. കേസ് ഇനി ഞങ്ങളുടെ കൈകളില്ല എന്നായിരുന്നു മമതയുടെ മറുപടി. അതേസമയം ലണ്ടനിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും മമതയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നു. അതിനിടെ അപ്രതീക്ഷിതമായി നടന്ന ഈ സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകർ മുഖ്യമന്ത്രിയോട് ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ പ്രതിഷേധം കത്തി നിൽക്കുന്ന സമയത്തും ഒരു കൂസലുമില്ലാതെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന മമതയാണ്. ഒരുപക്ഷെ പ്രതിഷേധം ശക്തമായപ്പോഴെങ്കിലും സാഹചര്യത്തെ ശാന്തമാക്കാൻ മമതയ്ക്ക് ശ്രമിക്കാമായിരുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. കൂടാതെ മമതയുടെ അഹങ്കാരം മാറാതെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ലെന്നൊക്കെയാണ് വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഇതും ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.